പ്രിയ സുഹൃത്തുക്കളെ, സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച സുന്ദര ശുഭമായ മുഹൂർത്തത്തിനായി ഞാൻ ഈശ്വരനെ സ്തുതിക്കുന്നു. ദൂരത്തും ചാരത്തും ഓരത്തുമായി പല ആളുകളും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനൊരു വാക്യം ഇവിടെ വായിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ കടന്നു വന്നപ്പോഴൊക്കെയും നിങ്ങൾ എനിക്ക് തന്ന സ്വാഗതത്തിനും നിങ്ങളുടെ ശ്രദ്ധയ്ക്കും വേണ്ടി നന്ദി പറയുന്നു, ഈശ്വരനെ സ്തുതിക്കുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതിന് പ്രകാരം പോകുവീൻ, നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള ആ കൽപ്പനയെ ആദരിച്ചുകൊണ്ട് ഞാനും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശബ്ദ സംവിധാനങ്ങളെ അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളണമേ. കഴിവില്ലാത്ത ഞങ്ങളുടെ കഴിവുകളെ മാനിച്ച് ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഞാൻ ഇന്ന് വായിക്കുന്ന വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ നിങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആശയഗംഭീരമായി ഈശ്വരൻ ഈ ഭൂമിയിൽ വന്ന്